രണ്ട് പ്രധാനപ്പെട്ട ജാഥകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനത്ത് 3 മേഖലാ ജാഥ തീരുമാനിച്ചിട്ടുണ്ട്. അതിലെ വടക്കൻ മേഖല ജാഥ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് നയിക്കുന്ന ജാഥ 14-ാം തീയതി 4 മണിക്ക് പട്ടാമ്പിയിലെത്തും. ജാഥയുടെ മാനേജർ യുവ MP സന്തോഷ് കുമാറാണ്. അതുപോലെ തന്നെ NCP-യുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് ബാബു ജാഥയിലുണ്ട്. ആസിം വിൽപൂർ INL നേതാവുണ്ട്. പിന്നെ ഇവരെല്ലാം അടങ്ങുന്ന ജാഥയാണ് 14-ാം തീയതി 4 മണിക്ക് പട്ടാമ്പിയിൽ എത്തുന്നത്. ആ ജാഥ കേരളത്തിലെ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ നവകേരളം, ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ജനങ്ങളിൽ ആരായുന്നതിനും ഒക്കെയുള്ള വിപുലമായ അർത്ഥത്തിലുള്ള ജാഥയാണ്. ഈ ജാഥ 14-ാം തീയതി വേറെ പട്ടാമ്പി ജംഗ്ഷനിൽ ആനയിച്ച് ഈ നക്ഷത്ര തൊട്ട് കിടക്കുള്ള ഗ്രൗണ്ടിലേക്കാണ് അവിടെ വെച്ചാണ് പരിപാടി സ്വീകരണം കൊടുക്കുന്നത്. 3 മണിക്ക് തന്നെ ഈ സ്ഥലത്ത് നമ്മുടെ പരിപാടി ആരംഭിച്ചു. 4 മണിക്കാണ് ജാഥ എങ്കിലും 3 മണിക്ക് അവിടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. അതിനുശേഷം സംസ്ഥാന ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ, പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലുണ്ടായ ഭരണ നേട്ടങ്ങൾ ഇതെല്ലാം വിശദീകരിക്കുന്ന കാണുന്ന ഡിജിറ്റൽ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. തുടർന്ന് 4 മണിക്ക് ഒരു സമ്മേളനം ഞാൻ തീരുമാനിച്ചു. ഇതിന്റെ മുന്നോടിയായിട്ട് ഗോവിന്ദ മാഷ് നയിക്കുന്ന ജാഥയുടെ പേര് വികസന മുന്നേറ്റ ജാഥ എന്നാണ്. അതിന്റെ മുന്നോടിയായി പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിൽ വികസന സന്ദേശ ജാഥ എന്ന ജാഥ 3 ദിവസങ്ങളിൽ പര്യടനം നടത്തുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA മുഹമ്മദ് മൂസിനാണ് ക്യാപ്റ്റൻ. CPM-ന്റെ ഏരിയ സെക്രട്ടറി, വൈസ് ക്യാപ്റ്റൻ, NCP-യുടെ ജില്ലാ സെക്രട്ടറി, 13ാമത്തെ മാനേജറുമായിട്ടുള്ള ജാഥ. ഈ ജാഥ പറഞ്ഞ രൂപത്തിൽ തന്നെ പട്ടാമ്പിയിൽ കഴിഞ്ഞ 10 വർഷമായി നടന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പട്ടാമ്പിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി സമർപ്പിച്ചിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ജാഥയാണ്. ഒപ്പം രാഷ്ട്രീയവും വിശദീകരിച്ചുകൊണ്ടുള്ള ജാഥയാണ്. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പട്ടാമ്പി ഉണ്ടായതിനു ശേഷം ഇത്രയും വലിയ വികസനം പട്ടാമ്പിയിൽ നടന്നിട്ടേയില്ല. ഞങ്ങള് 10 വർഷം മുമ്പേ ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഇത്ര വലിയ വികസനം പൂർത്തിയാക്കാൻ കഴിയുമെന്ന്. ആർക്കും അത്ഭുതകരം തോന്നുന്ന വലിയ വിസ്മയമാണ് പട്ടാമ്പിയിൽ സംഭവിച്ചത്. വലിയ വികസനം അത് ഓരോന്നും എണ്ണി ജനങ്ങളെ മുന്നിൽ അറിയിക്കേണ്ടതുണ്ട്. ജാഥ ക്യാപ്റ്റൻ നമുക്കറിയാം, അദ്ദേഹം 10 വർഷം ഇവിടെ നടത്തിയ പ്രവർത്തനമാണ്. അപ്പൊ അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും നല്ല MLA അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള സംഘടനയാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം നന്നായിട്ട് കഴിഞ്ഞ 10 വർഷം ഇവിടെ അധ്വാനിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി വലിയ വികസന പ്രവർത്തനം പട്ടാമ്പി നടത്താനാണ്. പട്ടാമ്പിക്ക് പുതിയ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു റെയിൽവേ മേൽപ്പാലം പണി പൂർത്തിയാവാറായി. 2 റെയിൽവേ പാലങ്ങളുടെ പണി ആരംഭിക്കും. അതുപോലെ എല്ലാ റോഡുകളും PWD ആയി ബന്ധപ്പെട്ട എല്ലാ റോഡുകളും BMDC ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പട്ടാമ്പിയില് പലരും പറയുന്നത് പട്ടാമ്പിയിലെ റോഡ് പണി എന്നാണ്. പട്ടാമ്പിയിലെ റോഡ് പണിയല്ല നടക്കുന്നത്, പട്ടാമ്പിയെ പുതുക്കി പണിയാണ്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രം കോടിക്കണക്കിന് രൂപ അതൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ. അതുപോലെ ആശുപത്രി, ആരോഗ്യ മേഖല, അംഗൻവാടികൾ, അങ്ങനെ നമ്മൾക്ക് കുടിവെള്ള പദ്ധതികൾ, ഇങ്ങനെ വിസ്മയകരമായ വലിയ വികസനമാണ് പട്ടാമ്പിയിൽ നടന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുമായി സംസാരിക്കണം, അറിയിക്കണം. പുതിയ കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് ആരായണം. അതിനൊക്കെയുള്ള ആ ജാഥയാണ് 6-ാം തീയതി വൈകുന്നേരം മുളയങ്കാവിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. അന്ന് പിറ്റേ ദിവസം 7-ാം തീയതി ആമിയൂരിൽ നിന്ന് ആരംഭിച്ച് കുപ്പൂത്ത് സമാപിക്കും. 8-ാം തീയതി വല്ലപ്പുഴന്ന് ആരംഭിച്ച് പുതുതല സമാപിക്കും. അങ്ങനെയുള്ള 2 ജാഥകളാണ് നടക്കുന്നത്. ഈ ജാഥകളുടെ വലിയ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുക. മുന്നണി സർക്കാർ ഈ കേരളത്തിലെ ഗ്രാമങ്ങളെയും സാധാരണ ജനങ്ങളെയും അതിദരിദ്രരെയും ഉൾപ്പെടെ
കൈപ്പിടിച്ച് എത്തിയത് ദേശീയ അംഗീകാരം വരെ ലഭിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. ഈ മുന്നിലായ ഈ സർക്കാരിനെ ആക്ഷേപങ്ങൾ പറഞ്ഞ് അഴിമതി പറഞ്ഞ് തോൽപ്പിക്കാനാവാത്ത പ്രതിപക്ഷം വർഗീയത കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പല പുരോഹിതന്മാരും കരുതുന്നത് മതേതരത്വം എന്നത് ഒരാശയമാണെന്ന്. എന്നാൽ മതേതരത്വം എന്നത് നമ്മുടെ ജീവിതമാണ്. എൻ്റെ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററായിരുന്നു. എൻ്റെ ഡോക്ടർ ശ്രീകുമാർ ഡോക്ടറാണ്. അത് തിരിച്ചും അങ്ങനെയാണ്. ഈ നഗരങ്ങളും ഈ പാതകളും ഈ പൊതുസ്ഥാപനങ്ങളുമൊക്കെ എല്ലാ പുരോഹിതരും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ കേരളത്തെ മതവർഗീയവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ നീക്കം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ ജാഥയുടെ ഭാഗമായി ഞങ്ങളത് പുറത്തു കൊണ്ടുവരും. മുസ്ലിം ലീഗാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലബാറിൽ സാമുദായിക വിഭജനം നടത്തുന്നത്. BJPക്ക് സാധ്യമാകാത്ത വിധം രണ്ട് സമുദായങ്ങളെ വേർതിരിക്കുന്നതിൽ മുസ്ലിം ലീഗ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് മതേതര പക്ഷത്തു നിന്ന് മാറി മൗദൂദിയുടെ ചിന്തകളുമായി മുസ്ലിം സൊസൈറ്റിക്കകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗ് അത് തിരുത്തണം, അത് തിരുത്തിയേ പറ്റും. ഈ മുസ്ലിം സമുദായത്തെ മുസ്ലിം ലീഗിന് ആരും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. മുസ്ലിം സമുദായം എന്നത് 500 കൊല്ലമായി ഹൈന്ദവ രാജാക്കന്മാരുടെ കീഴിൽ ഇവിടെ സഹകരിച്ച് ജീവിച്ചു പോകുന്നവരാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൊണ്ടും കൊടുത്തും ജീവിച്ചു വന്നവരാണ്. അവരെ ഓണത്തിന്റെ പേരിൽ, ക്രിസ്തുമസിന്റെ പേരിൽ അങ്ങനെ ചെറുതും വലുതുമായ വിധത്തിൽ അവരുടെ തലയിലേക്ക് വർഗീയത കുത്തി നിറച്ച് ഈ കേരളത്തിന്റെ പുരോഗതി, നവോത്ഥാനം, നന്മ, മതേതരത്വം തകർക്കുന്ന മുസ്ലിം ലീഗ് തെറ്റുതിരുത്തണമെന്ന് കൂടി ഈ ജാഥയുടെ സന്ദേശത്തിൽപ്പെട്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ 10 വർഷക്കാലത്ത് വികസന മുന്നേറ്റം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വിഷയത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിൽ 3 ജാഥകൾ സംഘടിപ്പിച്ചത്. തീർച്ചയായും ജനങ്ങളുമായി ഇത് ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ പോരായ്മകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടുകൂടി ഇത് ബാക്കി ഇടതുപക്ഷത്തിന്. അതുകൊണ്ട് 6-ാം തീയതി വൈകുന്നേരമാണ് MLA ജാഥ ക്യാപ്റ്റനായിട്ടുള്ള വാഹന പ്രചരണ ജാഥ മുളയങ്കാവിൽ നിന്ന് ആരംഭിക്കുന്നത്. ഈ 2 ജാഥകളും വലിയ വിജയം ആക്കേണ്ടതുണ്ട്. അതിന്റെ കഠിന പ്രയത്നത്തിലാണ് മുന്നണിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി 6, 7, 8 തീയതികളിലാണ് ഈ ജാഥ ആരംഭിക്കുന്നത്. ഈ ജാഥ വമ്പിച്ച വിജയമാക്കേണ്ടതുണ്ട്. അതിന് എല്ലാ സഹായ സഹകരണങ്ങളും മീഡിയകളുടെ ഭാഗത്തുനിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നാണ് പറയുന്നത്. 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന കേരളം എന്തായിരുന്നു, ഇന്നത്തെ കേരളം എന്താ എന്ന് പരിശോധിക്കാൻ ജനങ്ങൾക്ക് അവസരം നൽകുന്ന ഒന്നാണ് ഈ 2 കാലം. 10 കൊല്ലം മുമ്പ് ഇവിടെ റോഡുകളുടെ അവസ്ഥ അറിയാം, കൂട്ടാൻ പോകുന്ന സ്കൂളുകളുടെ അവസ്ഥ അറിയാം, ആശുപത്രികളുടെ അവസ്ഥ അറിയാം, ഓണപരീക്ഷയ്ക്ക് പോലും പുസ്തകം കിട്ടാത്ത അവസ്ഥ അറിയാം. ആ ദൈന്യമായ അവസ്ഥയിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും യാത്രാരംഗത്തും നമ്മളെങ്ങനെ മുന്നേറി. 10 കൊല്ലം നമ്മളെ പവർ കട്ടിനെ കുറിച്ച് ഓർമ്മ. പക്ഷെ ഇന്ന് 10-18 വയസ്സായ കുട്ടിക്ക് പവർ കട്ട് പറഞ്ഞാൽ അറിയില്ല. പവർ കട്ട് എങ്ങനെ ഇല്ലാതായി. അപ്പൊ ജനപക്ഷത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഒരു സർക്കാർ വികസനമായിട്ട് മുന്നോട്ട് പോയി എന്നതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഈ 10 കൊല്ലം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യം നടന്നത്. അതിദാരിദ്ര്യം ഇല്ലാതാക്കി ലോകത്തെ 2ാമത്തെ സ്ഥലമാണ് കേരളം. ദാരിദ്ര്യം മുന്നേറില്ലേണ്ടതെന്നല്ല, ഇനി മര്യാദ ഉണ്ടാവില്ല എന്ന് ഉറപ്പില്ല. പക്ഷെ എന്താണ് അതിദാരിദ്ര്യം എന്ന് കണ്ടെത്തി. അവർക്ക് കാർഡ് ഉണ്ടായിരുന്നില്ല, അവർക്ക് വോട്ടർ ID ഉണ്ടായിരുന്നില്ല, അവർക്ക് ആധാർ കാർഡ് ഉണ്ടായിരുന്നില്ല, അവർക്ക് വീടുണ്ടായിരുന്നില്ല. അങ്ങനെ ജനാധിപത്യത്തിന്റെ പുറംപോക്കിൽ സർക്കാരിന്റെ ഒരു രേഖയിലും വരാതെ നാരണിയും കണ്ടെത്താത്ത 64,006 കുടുംബങ്ങളെ കണ്ടെത്തുകയും അവരെ അതിദാരിദ്ര്യം മോചിപ്പിക്കുകയും അർത്ഥം അവർക്ക് ഭക്ഷണം കിട്ടുന്ന ഉറപ്പാക്കി, അവർ ചികിത്സ കിട്ടുന്ന ഉറപ്പാക്കി, അവർക്കൊരു കടപ്പാടുണ്ടെന്ന് ഉറപ്പാക്കി, കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമുണ്ടെന്ന് ഉറപ്പാക്കി.
അങ്ങനെ ഏറ്റവും അത്യാവശ്യമായ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആർത്തലാണ് സാഹചര്യമില്ല. അത് സാധിച്ച ലോകത്തിലെ രണ്ടാമത്തെ സ്ഥലമാണ്. ലോക മുതലാളിത്തത്തിന്റെ മുഖപത്രമാണ് ഇക്കണോമിസ്റ്റ്. ആ ഇക്കണോമിസ്റ്റ് പറഞ്ഞത് കേരളത്തിന്റെ ഈ നേട്ടം ഇന്ത്യക്കല്ല, ലോകത്തിനാകെ മാതൃകയാണ്, എല്ലാ വികസിത രാജ്യങ്ങൾക്കും മാതൃകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ജനിക്കുന്നവരെന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുമുള്ളവരിൽ അതിദരിദ്രരില്ല നമ്മുടെ എത്രമാത്രം നല്ലൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഈ വികസനങ്ങളെല്ലാം നേട്ടം ലക്ഷ്യതാണ്. ഇതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, വികസനം നടക്കുന്ന സമാധാന അന്തരീക്ഷം. ഇന്ന് ഇന്ത്യയിൽ സമാധാന അന്തരീക്ഷം ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന കാര്യമാണ് ഈ കേരളം. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഒരു വർഗീയ കലാപം ഉണ്ടായിരുന്നത് വലിയ നേട്ടമാണ്. നമ്മുടെ മതനിരപേക്ഷ സംസ്കാരത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്. ഇവിടെ തന്നെയാണല്ലോ പാലക്കാട് സിറാജുൽ വെടികൊണ്ട് വീണത്. ഇവിടെ തന്നെയാണല്ലോ തലശ്ശേരി കലാപം ഉണ്ടായത്. ഇവിടെ തന്നെയാണ് മാറാട് കലാപം ഉണ്ടായത്. അത്തരം കലാപങ്ങൾ ഉണ്ടാവാൻ അനുവദിക്കാത്ത രൂപത്തിലുള്ള സജീവമായ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ആരെങ്കിലും അതിന് ഭംഗം വരുത്തുന്നുണ്ടെങ്കിൽ അവരെ കർശനമായി നേരിടുന്ന ഒരു ഗവൺമെന്റിന്റെ ഇടപെടലുമാണ്. 10 കൊല്ലമായി ഇന്ത്യയിൽ കലാപമില്ലാത്ത നാടായി കേരളത്തിൽ. ഇന്ത്യയിൽ എവിടെ പോയാലും ഭക്ഷണത്തിന്റെ പേരും പത്രത്തിന്റെ പേരും ഉത്സവങ്ങളെ തുടങ്ങുന്നു. എപ്പോഴും കലാപം ഉണ്ടാവാം. കലാപങ്ങളില്ലാത്തൊരു സ്ഥലം ഇന്ത്യയിൽ കേരളം. അതുകൊണ്ട് തന്നെയാണ് സമാധാനം ഉണ്ടാവുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ രംഗത്തും മുന്നിട്ടുണ്ടാകുന്നത്. വ്യാവസായിക മേഖലയിൽ 10 കൊല്ലം മുമ്പ് നമ്മൾ 2014 പിണറായിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 29 സ്ഥാനത്തായി. കാരണം 29 സംസ്ഥാനം ഇല്ലാത്തതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കേരളം. ഇന്ന് ഇന്ത്യയിൽ നമ്പർ 1 ആണ് വ്യവസായ വളർച്ച. സ്റ്റാർട്ടപ്പത്തിന്റെ കാര്യത്തിൽ ഏഷ്യത്തിൽ 1 സ്ഥാനത്താണ്, ലോകത്തിൽ 4 സ്ഥാനത്താണ്. കാരണം പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടായി, ഇവിടെ ഗതാഗത സൗകര്യം ഉണ്ടായി, സമാധാന അന്തരീക്ഷം ഈ 3 വേണമല്ലോ. ഗതാഗത സൗകര്യം ഉണ്ടാവുക, പിന്നെ എന്താണ് മറ്റേ ഇന്ററപ്ഷൻ ഇല്ലാത്ത വൈദ്യുതി ഉണ്ടാവുക, ഗതാഗത സൗകര്യം ഉണ്ടാവുക, സമാധാന അന്തരീക്ഷം ഉണ്ടാവുക. വ്യവസായ വളർച്ച അടിസ്ഥാനമായ 4 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതിന്റെ മാറ്റാണ്. ഈ വസ്തുത ബോധ്യപ്പെടുത്തി ഇത് തുടരണം, ഈ വികസനം തുടരണം. അതൊക്കെ അപ്രായോഗികമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടർ നമ്മുടെ അധികാരം ഏറ്റെടുക്കുകയും കേരളം പുറകോട്ട് പോകുകയാണ്. ഇതാണ് ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതിലേത് വേണം ജനങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഇല്ലാതെ ജനങ്ങൾക്ക് പോലും പറയാനുള്ളത്. കേട്ടുകൊണ്ട് ഒരു അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ കയറി കുടുംബയോഗങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ഇനി ഗോവിന്ദമാഷന്റെ ആദരവായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഇത്തരം ചർച്ചകളോട് ജനങ്ങളുടെ അഭിപ്രായം കൂടി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, 2030 കേരളം എങ്ങനെയാണ് എന്നൊരു വിഷൻ രൂപീകരിച്ച് അതനുസരിച്ച് പ്രകടനപത്രിക ഉണ്ടാക്കി പ്രകടനപത്രിക അനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ. കാരണം പ്രകടനപത്രിക തെരഞ്ഞെടുപ്പ് എന്ന് പറയാനുള്ള വാഗ്ദാനം മാത്രമല്ല നിലച്ചത് ഗവൺമെന്റ്. ഓരോ വർഷവും പ്രോഗ്രസ് വെക്കും. ഇത്ര കാര്യം നിങ്ങൾ പറഞ്ഞു, ഇത്ര നടത്താൻ അത് മുന്നോട്ട് പോകണം. ഇവിടെ 10 കൊല്ലം തയ്യാറായി. ഈ 10 കൊല്ലം തന്നെ ജനങ്ങളുടെ ഭാഗം വെച്ച വാഗ്ദാനങ്ങൾ എന്തൊക്കെ, അത് എത്ര നടപ്പിലാക്കി എന്ന് തുറന്ന പുസ്തകം പോലെ ജനങ്ങളുടെ ഭാഗത്തുള്ള ജനങ്ങളെ വിശ്വസിക്കാം. അപ്പൊ ജനങ്ങളെ പൂർണ്ണമായ വിശ്വാസം മുന്നോട്ട് പോവുക. ഇത് ചർച്ച ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ശബരിമല വിഷയവും മറ്റു വിഷയങ്ങളും മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മതമാണ് പ്രശ്നം തുടങ്ങിയുള്ള വളരെ പ്രാകൃതമായി മനസ്സിലാക്കി പറഞ്ഞു വെച്ചുകൊണ്ട് പ്രതിപക്ഷം ഇതിലേതാണ് വേണ്ടത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഇതാണ് ഇതിന്റെ വികസനങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം വിവാദങ്ങൾക്ക് പിന്നിൽ ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. നിരവധി വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നതിനപ്പുറം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ കോടതികളിൽ പോലും തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിനോ UDFന്റെ നേതാക്കൾക്കോ സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടന്ന 10 വർഷമായി നടന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാനും ജനങ്ങളെ വികസന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനും വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 3 മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള ജാഥകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലം നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ
മണ്ഡലം തല ജാഥകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ താഴെ തട്ടിലേക്ക് എല്ലാ ജനങ്ങളിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ എത്തിക്കുക, പ്രതിപക്ഷം നടത്തുന്ന ജൽപ്പനങ്ങൾ അതല്ലെങ്കിൽ വിവാദങ്ങൾ ജനങ്ങളിലേക്ക് എത്താതെ ജനങ്ങൾ വികസനത്തെക്കുറിച്ചും കേരളത്തിന്റെ ഭാസുരമായ ഭാവിയെക്കുറിച്ചും മാത്രം ചിന്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ജാഥകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പൂർണ്ണ സഹകരണം ഇതിലുണ്ടാകും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്.